അത്താഴം അത്തിപ്പഴത്തോളം എന്നല്ലേ പറയാ, പക്ഷെ അത്തിപ്പഴത്തോളം നല്ല കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സോയാ ചങ്ക്സിൻ്റെ ഒരു കറിയാണ് കേട്ടോ. അത് സോയാ ചങ്ക്സ് ഇതാ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പിന്നെ എല്ലാ പൊടികളും, പിന്നെ ഇത് ഞാൻ തക്കാളി അരച്ചതാണ് കേട്ടോ. ഇന്നൊരു ഹെൽത്തി ഫുഡാന്ന് പറയുമ്പോൾ അൺഹെൽത്തി എന്ന് പറയും. കുറച്ച് സോസൊക്കെ ചേർത്തിട്ടേ അടിപൊളിയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഹെൽത്തി ആണെന്ന് പറയുന്നില്ല, അങ്ങനെയാണ്. പിന്നെ കുറച്ച് മോന് ചപ്പാത്തിയും ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ വെജിറ്റബിൾ ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ അവന് ചപ്പാത്തി, ഞങ്ങൾക്ക് ഗോതമ്പ് ദോശ. ചപ്പാത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അവനത് മതി. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ കേട്ടോ. പിൻകുട്ടൻ ഇന്ന് ഇപ്പോൾ അവിടെ ഇല്ല, അവന് ഇന്ന് ശാസ്ത്രമേളയായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോയി വന്ന ശേഷം അവൻ ചെണ്ട ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപാട് അവന് ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അരിയോണ്ടേ ബിരിയാണി അരിയും ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതും കഴിച്ചിട്ടാണ് ചെണ്ട ക്ലാസ്സിന് പോയത്. അവൻ അരങ്ങേറ്റാവാനായി. ചെണ്ട ക്ലാസ്സിന് പാണ്ടിമേളം അരങ്ങേറ്റാവാനാണ് ഈ 27 സെപ്റ്റംബർ. അപ്പോൾ അവൻ അതിന് പോയതാണ്. ഇനിയിപ്പോൾ ഡെയിലി ക്ലാസ് ഉണ്ടാവുമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പം ഞാൻ ഉള്ളി ഇടട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടോ. ഞാൻ ഇനി ഈ തക്കാളി അരച്ചു വെച്ചിട്ടില്ലേ, ഈ തക്കാളി ഇതിലേക്ക് ഒഴിക്കുകയാണേ. നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ഉണ്ടാക്കാറ്, അല്ല ഏത് രീതിയിലാണ് ഉണ്ടാക്കാറ് ഈ സോയ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പോൾ സോയൻ്റെ അടിപൊളി കറി റെഡി ആയിട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കി പാകം. കുറച്ച് എരിവ് കുറവാ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള കറി റെഡി. ഇനി ചപ്പാത്തി ദോശ ഉണ്ടാക്കട്ടെ. എന്താണെന്നറിയില്ല, ദോശയ്ക്ക് ചെറുതായിട്ടൊരു പിടുത്തട്ടോ. പിന്നെ ഞങ്ങൾ മലയാളത്തിൽ പറയുന്നത് ഏനാഥം കളിക്കിയ ദോശയാണ്. ഏനാഥം കളിക്കിയ ദോശ കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു സുഖമില്ലാത്ത പോലെ, എന്താ അറിയില്ല. അങ്ങനെ വിൽക്കുട്ടൻ ചെണ്ട ക്ലാസ്സിൽ പോയി വന്നിട്ടോ. അപ്പോഴേക്കും തന്നെ ഭക്ഷണമൊക്കെ ആയി. ഏതാ ചെണ്ടക്കോലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കണ്ടില്ലേ, പക്ഷെ വെളിച്ചെണ്ണയും വാങ്ങി വന്നിട്ടുണ്ട്. തട്ടി മറിക്കല്ല.